റഷ്യ ഇന്ത്യക്ക് ഇപ്പോൾ Su-57 ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് Su-57 എന്ന് നമുക്കറിയാം. സ്റ്റെൽത്ത് കഴിവുകളും അതിനൂതന സാങ്കേതിക വിദ്യകളുമുള്ള ഒരു ഫൈറ്റർ ജെറ്റ്. ഇന്ത്യ ഇപ്പോൾ റഷ്യയുടെ ഈ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ റഷ്യ ഇപ്പോൾ Su-57 ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു അതിനെക്കാട്ടിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വികസിപ്പിച്ച് ഇന്ത്യക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് റഷ്യയുടെ ഈ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ ശേഷി ഇന്ത്യക്ക് ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ Su-57 ഫൈറ്റർ ജെറ്റിൽ ഇന്ത്യ വരുത്തുന്ന മാറ്റം അല്ലെങ്കിൽ ഇന്ത്യ വരുത്തുന്ന നവീകരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ റഡാറിന്റെ കാര്യത്തിലാണ്. റഡാർ സാങ്കേതിക വിദ്യയിൽ ഒരു വമ്പൻ നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ഗാലിയം നൈട്രേറ്റ് അധിഷ്ഠിത ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ റഡാറുകളുടെ വികസനത്തിലാണ് ഈ സാധ്യതയുള്ള നവീകരണം. നിലവിൽ പല റഡാർ സിസ്റ്റങ്ങളിലും ഉപയോഗിക്കുന്ന പഴയ ഗാലിയം ആർസനൈഡ് സാങ്കേതിക വിദ്യയേക്കാൾ വമ്പൻ ഒരു നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. അതായത് ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത AEC റഡാർ സാങ്കേതിക വിദ്യയിൽ ഒരു ഗണ്യമായ പുരോഗതിയാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത്. അതായത് റഷ്യയുടെ റഡാറുകളെയാണ് ഇവിടെ ഇന്ത്യ കടത്തിവിട്ടിരിക്കുന്നത്. ഈ ഗാലിയം നൈട്രൈഡ് മെച്ചപ്പെട്ട കാര്യക്ഷമത, പവർ, താപ മാനേജ്മെന്റ്, കണ്ടെത്തൽ ശ്രേണി എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ഇത് നൂതന റഡാർ സംവിധാനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ AMCA പ്രോഗ്രാമിനായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഉത്തംഗ്യാൻ AESA റഡാർ ഉപയോഗിച്ച് Su-57 നവീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ Su-57ലുള്ള എക്സ്പാൻഡ് AESA റഡാറായ N036 ബൈൽക്കാർ റഡാർ പഴയ ഡിസൈനുകളെ അപേക്ഷിച്ച് ഒരു മെച്ചപ്പെടുത്തലാണ്. എങ്കിലും ഇതിപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത് ഗാലിയം ആർസനൈഡ് സാങ്കേതിക വിദ്യയിലാണ്. ഇതിൽ ഏകദേശം 1514 ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിസീവ് മൊഡ്യൂളുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തം റഡാർ ഗാലിയം നൈട്രൈഡ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏകദേശം 1400-ലധികം ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിസീവ് മോഡുകൾ ഉൾക്കൊള്ളുകയും ഇത് മെച്ചപ്പെടുത്തിയ ശ്രേണി, റെസല്യൂഷൻ, ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഒരേ സമയം ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് എന്നിവ നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ നിർമ്മിത ഉത്തം റഡാറിനെ ഈ റഷ്യയുടെ Su-57ലേക്ക് സംയോജിപ്പിക്കുന്നത് വിമാനത്തിന്റെ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം തന്നെയാണ്. ആഭ്യന്തരമായി നിർമ്മിച്ച സാങ്കേതിക വിദ്യ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുക എന്നത് ഇന്ത്യയുടെ വിശാലമായ തന്ത്രവുമായി യോജിക്കുകയും ചെയ്യുന്നു. ഉത്തംഗ്യാൻ AESA റഡാർ Su-57 മികച്ച അനുയോജ്യമാകുമെന്നാണ് IAF ഉദ്യോഗസ്ഥർ പറയുന്നത്. റഷ്യ ഇന്ത്യക്ക് Su-57നോടൊപ്പം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യയുടെ Su-57 വേണ്ടിയുള്ള റഷ്യയുടെ നിർദ്ദേശത്തിൽ ഇന്ത്യക്ക് ഉത്തം റഡാർ പോലുള്ള സ്വന്തം സംവിധാനങ്ങൾ സംയോജിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതിക കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുന്നുണ്ട്. Su-57 പുറമെ തേജസ്, AMCA നവീകരിക്കാൻ സാധ്യതയുള്ള സുഖോയ് 30 MKI, മിറാഷ് 2000 എന്നിവയുടെ ഭാവി വകഭേദങ്ങളിലും ഉത്തം ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് 2025 ഏപ്രിൽ അവസാനത്തോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നാസിക്കിലെ സൗകര്യത്തിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് 1A പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ നാസിക്കിലെ പ്ലാന്റ് എന്ന് പറയുന്നത് തേജസ് മാർക്ക് 1A മൂന്നാമത്തേതാണ്. ബാക്കി 2 ബാംഗ്ലൂരിലാണ് ഉള്ളത്. 2023 ഏപ്രിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. HALന്റെ വാർഷിക ഉൽപാദന ശേഷി 16-ൽ നിന്ന് 24 തേജസ് മാർക്ക് 1A വിമാനങ്ങളായി ഉയർത്തും ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഉൽപാദന ലൈൻ ഉൾക്കൊള്ളുന്നതിനായി നാസിക്കിലെ സൗകര്യം ഏകദേശം 150 കോടിയിലധികം മുതൽ മുടക്കിൽ നവീകരിക്കുകയായിരുന്നു. ഈ വിപുലീകരണം HALന് പ്രതിവർഷം 8 അധിക തേജസ് മാർക്ക് 1A ജെറ്റുകൾ നിർമ്മിക്കാൻ പ്രാപ്തമാക്കും. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട ശേഷിയെ ഗണ്യമായി തന്നെ ശക്തിപ്പെടുത്തും. എന്നാൽ എഞ്ചിൻ ഇവിടെ മറ്റൊരു പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള GE F404 IN-20 എഞ്ചിനുകൾ ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് ഈ പദ്ധതിക്ക് ഇത്രയും കാലതാമസം നേരിട്ടത്. നാസിക്കിൽ നിന്നുള്ള ആദ്യത്തെ തേജസ് മാർക്ക് 1A വിക്ഷേപണം ഇന്ത്യയുടെ വ്യോമശക്തിയെ ശക്തിപ്പെടുത്തുകയും ആഗോള ബഹിരാകാശ വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. തേജസ് മാർക്ക് 1A ഉൽപാദനത്തിനു പുറമെ സുഖോയ് Su-MKI പോലുള്ള മറ്റ് വിമാനങ്ങളുടെ നവീകരണത്തിനും പരിപാലനത്തിനും നാസിക് സൗകര്യം നിർണായക പങ്കുവഹിക്കുന്നു. വ്യോമസേനയുടെ പ്രധാന ഘടകമായി ഇത് തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ വമ്പൻ സാങ്കേതിക വിദ്യകളാണ് തേജസ് മാർക്ക് 1A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ,
ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ തേജസ് മാർക്ക് 1A ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു മികച്ച ആസ്തിയായി മാറും. തേജസ് മാർക്ക് 1Aയുടെ വിതരണത്തിൽ കാലതാമസം നേരിട്ടിരുന്നു എങ്കിലും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി അതിന്റെ പ്രോട്ടോടൈപ്പുകളിൽ നിന്ന് ആസ്ട്ര മിസൈലിന്റെ പരീക്ഷണം വിക്ഷേപണം വിജയകരമായി നടത്തുകയും ചെയ്തു. ഈ മാർച്ച് 12-നായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് മാർക്ക് 1-ൽ നിന്ന് അസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് ഒരു വ്യോമ ലക്ഷ്യത്തെ ഫലപ്രദം തകർത്തതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഒഡീഷയിലെ ചാന്ദിപൂരിൽ നടത്തിയ പരീക്ഷണത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇത് വിക്ഷേപിക്കുമ്പോൾ പൈലറ്റിന് ദൃശ്യമാകുന്ന പരിധിക്കപ്പുറം 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ആസ്ട്ര മിസൈലിന് കഴിഞ്ഞു എന്നാണ് തെളിഞ്ഞത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ദൃശ്യപരിധിക്കപ്പുറം മിസൈലിന്റെ മെച്ചപ്പെടുത്തിയ മാർഗനിർദ്ദേശം, നാവിഗേഷൻ കഴിവുകൾ ലക്ഷ്യങ്ങളെ കൂടുതൽ കൃത്യമായി നശിപ്പിക്കാൻ അതിനെ പ്രാപ്തമാക്കി. എല്ലാ ഉപസംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിച്ചു എന്നും എല്ലാ ദൗത്യ പാരാമീറ്ററുകളും ലക്ഷ്യങ്ങളും സാധൂകരിക്കുന്നുണ്ട് എന്നുമാണ് പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. എന്നാൽ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ശക്തി അതിവേഗം കുറഞ്ഞു വരികയാണ്. തേജസ് മാർക്ക് 1A വിമാനത്തിന്റെ വിതരണം വളരെയധികം വൈകിയിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇത് സർവീസിലുടനീളം വ്യാപകമായ തർക്കങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. ഈ അടുത്തിടെയാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി AP സിംഗ് വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ അലസതയും വിതരണത്തിലെ കാലതാമസത്തെയും പ്രത്യേകം വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറയുന്നത് GE404 എഞ്ചിനുകളുടെ വിതരണത്തിലെ കാലതാമസം കാരണമാണ് 180 മാർക്ക് 1A വേരിയന്റിന്റെ വിതരണം വൈകിയത്. എന്നാൽ ഇതിപ്പോൾ 2031-32 പൂർത്തിയാക്കുമെന്നാണ് HAL ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ ഈ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആസ്ട്ര റഷ്യയുടെ R-77 മിസൈലിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുമെന്നും ഇത് തേജസ് മാർക്ക് 1Aയുമായി സംയോജിപ്പിക്കുമ്പോൾ അതിന്റെ ശക്തി ഇരട്ടിയാകുമെന്നും പറയുന്നു. മാക് 4.5 വേഗതയിൽ എത്താൻ കഴിയുന്ന ആസ്ട്ര മിസൈൽ ആധുനിക വ്യോമ പോരാട്ടത്തിൽ അത്യാവശ്യമായ വേഗത്തിലുള്ള പ്രതികരണവും തടസ്സപ്പെടുത്തലും വാഗ്ദാനം ചെയ്യുന്നു. അതിസങ്കീർണമായ സവിശേഷതകൾ കാരണം ആകാശ പോരാട്ടത്തിൽ ആസ്ട്ര ഒരു ശക്തമായ ഉപകരണമാണ്. ഈ മിസൈൽ ഉപയോഗിച്ച് ഒരു പൈലറ്റിന് കാഴ്ചയിൽ നിന്നും വളരെ അകലെയുള്ള ശത്രുക്കളെ ലക്ഷ്യം വെക്കാൻ സാധിക്കും. തേജസ് ഉൾപ്പെടെ നിരവധി പ്ലാറ്റ്ഫോമുകൾ DRDO ഇതിന്റെ കർശനമായ പരീക്ഷണത്തിലൂടെ ഈ കഴിവ് തെളിയിച്ചതുമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഗൈഡൻസ് സിസ്റ്റത്തിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ്. ഇനേർഷ്യൽ ഗൈഡൻസ്, മിഡ് കോഴ്സ് അപ്ഡേറ്റുകൾ, ടെർമിനൽ ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് മിസൈൽ കൃത്യമായ ലക്ഷ്യത്തിൽ ഇടപെടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകളും ഇതിലുണ്ട്. ഈ ആസ്ട്ര മിസൈലിന്റെ 3 വേരിയന്റിൽ ആസ്ട്ര മാർക്ക് 1-ന് 110 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. മാർക്ക് 2-ന് 130 മുതൽ 160 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത്. ചൈനയുടെ PL-15, അമേരിക്കയുടെ AIM-174 തുടങ്ങിയ മിസൈലുകളെ ഇത് മറികടക്കും. അതുപോലെ തന്നെ ആസ്ട്ര മാർക്ക് 3-ക്ക് 340 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. അതുപോലെ തന്നെ DRDO പറയുന്നത് ഇതിന്റെ ഉയർന്ന കൃത്യതയ്ക്കും എല്ലാ കാലാവസ്ഥയ്ക്കും ശേഷി നൽകുന്നതിനായി ആസ്ട്ര മിസൈൽ കുടുംബ റഡാർ ഗൈഡഡ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ തേജസ് മാർക്ക് 2-ലെ മറ്റൊരു പോരാളിയാണ് DRDO തന്നെ നിർമ്മിച്ച ഇന്ത്യയുടെ എയർ ടു സർഫേസ് ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം 2. ശത്രു റഡാറുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിർണായക പങ്കുവഹിക്കുന്ന 200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള രുദ്രം M2 ശത്രു വ്യോമ പ്രതിരോധത്തെ നിർവീര്യമാക്കാനുള്ള തേജസ് മാർക്ക് 2-ന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.